ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ നാളത്തെ ബ്രേക്കിന് ശേഷമാണ് ബാക്ക് ടു ഒരു സ്റ്റഡി വ്ലോഗ് എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്കറിയാം ക്രിസ്മസ് എക്സാം വരുവാണ്. ആൻഡ് നാളെ തൊട്ട് സയൻസിലെ കൂട്ടുകാർക്ക് തുടങ്ങുന്നു. ആൻഡ് ഫ്രൈഡേ തൊട്ട് കൊമേഴ്സിലെ ഫ്രണ്ട്സിന് തുടങ്ങുകയാണ് എക്സാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇംഗ്ലീഷ് എക്സാം സ്പെഷ്യലാണ് വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ടൂറിന് പോയിട്ട് വന്നതിന് ശേഷം പനി പിടിച്ച്, അപ്പം അതിൻ്റെ ചെറിയൊരു സൗണ്ട് പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ഇടയ്ക്ക് ബ്രേക്കൊന്നും വരാതെ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് എക്സാം പോർഷൻസ്, ഇംഗ്ലീഷ് എക്സാം പോർഷൻസ്. അതായത് ടോട്ടൽ എല്ലാ യൂണിറ്റും ഉണ്ട്. ലാസ്റ്റ് യൂണിറ്റിൻ്റെ അവസാനത്തെ ആ ഒരു ക്രൈം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററും എക്സാമിനുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ടോട്ടൽ 5 യൂണിറ്റ്സിൽ 5 യൂണിറ്റും എക്സാം പോർഷൻ ആണെങ്കിലും നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓണം എക്സാമിന് ശേഷം വരുന്ന പോർഷൻസ് ആണ്. കാരണം അതിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അപ്പം ദ ഹവർ ഓഫ് ട്രൂത്ത് തൊട്ട് ദിസ് ഈസ് ഗോയിങ് ടു ഹാർഡ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിലും ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം ഇതിൽ 3 L's ഓഫ് എംപവർമെൻറ്റ്, അതുപോലെ എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറിഗല്ലു എന്നീ ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, അതുപോലെ മെൻഡിങ് വാൾ, അമിഗോ ബ്രദേഴ്സ്. ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി നോക്കുമ്പം ആ ചാപ്റ്റേഴ്സ് വേണ്ടവർക്ക് അതും കിട്ടുന്നതാണ്. നമുക്ക് ഓരോന്നിലേക്ക് പോകാം. ആൻഡ് സ്റ്റാർട്ടിങ് എവിടെ? കുറേ ഉണ്ട് നമുക്കിന്ന് കവർ ചെയ്യാനായിട്ട്. യെസ്, ഹിയർ വി ഗോ. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിലാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്തൊന്നും എനിക്കറിയില്ല. നമുക്കൊരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഡ്രഗ് അബ്യൂസിൻ്റെ. അപ്പം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രിസൈസ് റൈറ്റിംഗ് എന്നുള്ളത് എക്സാമുകളിലെല്ലാം ചോദിക്കുന്ന ഒരെണ്ണമാണ്. അതായത് വലിയൊരു പാരഗ്രാഫ് തരിക, അതിനെ ചെറുതാക്കി പ്രിസൈസായിട്ട്, അതായത് എല്ലാ കണ്ടൻറ്റും ഇൻക്ലൂഡ് ചെയ്യണം. ജസ്റ്റ് ഒരു സമ്മപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രിസൈസ് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതുണ്ട്. അതുപോലെ പാരഗ്രാഫ് റൈറ്റിംഗ്. ഇപ്പോൾ ഡിസ്ക്രൈബ് ദ മെൻ്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ഇമ്പാക്ട്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസിൻ്റെ മെൻ്റൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഡ്രഗ് അബ്യൂസ് ഹാസ് മെനി മെൻ്റൽ ഇമ്പാക്ട്സ്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദ ഡ്രഗ് അഡിക്ട്സ് ഫീൽ സെൻസറി ഡിപ്രിവേഷൻ. ദിസ് റിസൾട്ട്സ് ഇൻ ഫീലിംഗ് ഓഫ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ചേഞ്ചസ്. He feels depressed and he fails to respond to his environment and to other people. അതായത് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തിക്ക് ഇപ്പോൾ റിയാലിറ്റിയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നത് ഫീൽ ചെയ്യും. ഫേക്ക് സിനേറിയോസ് അവർക്ക് തോന്നും. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ തോന്നും. അവരുടെ സ്വഭാവത്തിൽ പല ചേഞ്ചസ് ഉണ്ടാകും, പേഴ്സണാലിറ്റി ചേഞ്ചസ്. ആൻഡ് ഹീ ഫീൽസ് ഡിപ്രസ്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഒരു ലോൺനെസ് അനുഭവപ്പെടും. ആൻഡ് ഹി ഫെയിൽസ് ടു റെസ്പോണ്ട് ടു ഹിസ് എൻവയോൺമെൻറ്റ് ആൻഡ് ടു അതർ പീപ്പിൾ. മറ്റൊരാൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ പോലും അത് കേട്ട് ചിരിക്കാനുള്ള ആ ഒരു സെൻസ് ആൾക്കുണ്ടാകില്ല. നമ്മൾ ഫിലിംസിലൊക്കെ കണ്ട് ഇതില്ലേ, ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് പല ഫിലിംസിലും കാണിക്കുന്ന ഇതാണ്. അപ്പോൾ ഒരു തമാശ പറഞ്ഞാൽ അതുപോലെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മെൻ്റൽ കേപ്പബിലിറ്റി അവിടെ ഇല്ലാതാവുകയാണ്. അതുപോലെ ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസ് ഇസ് സിമിലർ ടു പാരനോയ. അതായത് സ്ഥലകാല ബോധമില്ല. ഹി സസ്പെക്ട്സ് അതേഴ്സ് ആസ് ദ റീസൺ ഫോർ ഹിസ് പ്രോബ്ലംസ്. അതായത് അതുകൊണ്ടാണ് ഈ ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തികൾ ഉപദ്രവകാരികളാവുന്നത്. കാരണം ആളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും. ഹി കീപ്സ് ഹിംസെൽഫ് അവേ ഫ്രം അതേഴ്സ്. അതായത് ഒരു ഐസൊലേഷൻ,
മറ്റുള്ളവരിൽ നിന്ന് മാറി ഒരു ഐസൊലേഷൻ സ്വന്തമായിട്ട് കീപ്പപ്പ് ചെയ്തിട്ട് ഡിപ്രഷനാണ് എന്നത് വരുത്തി തീർക്കും. അതുപോലെ തന്നെ ഹി മേ ലോസ് ഹിസ് സെൻസ് ഓഫ് ബീയിങ് അല്ലേ, അതായത് എന്താണ് ഒരു സാധാരണ നോർമൽ പേഴ്സണിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തി. ആൾക്ക് ഒരു സ്വന്തം സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മറ്റുള്ളവരോട് ഉള്ള ആ ഒരു റിയാക്ഷനും റെസ്പോൺസും എല്ലാം വളരെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരിക്കും. ഡ്രഗ് അബ്യൂസ് ഹാസ് മെനി ഫിസിക്കൽ ഇമ്പാക്ട്സ് ഓൾസോ. ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഡ്രഗ് അബ്യൂസ് ആയിട്ടൊരു വ്യക്തിക്ക്. അതായത് അപ്സസ് ഇൻ ദ ആംസ് ആൻഡ് വെയിൻസ്, ഈ ഞരമ്പുകളുടെ എല്ലാം ഒരു പിരിമുറുക്കം കൂട്ടുള്ളത്. അതുപോലെ തന്നെ ലിവർ ഡിസീസ്, നമുക്കറിയാം ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ വെയിൻ വെനീറൽ ഡിസീസസ്, ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, ബ്രെയിൻ, ഡാമേജ് ടു ദ ടിഷ്യൂ ഓഫ് നോസ്. ഈ നോസും അതുപോലെ തന്നെ സിറിഞ്ച് യൂസ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ബ്ലഡിൽ. അതുപോലെ തന്നെ നോസിലൂടെ പല ഡ്രഗ്സും അവർ ഇൻഹെയിൽ ചെയ്തെടുക്കുമല്ലോ. അപ്പം നമ്മുടെ നോസിലൊക്കെ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. അതൊക്കെ ഡാമേജ് ആവാൻ ഇത് തന്നെ വളരെ കാരണമാണ്. അതുപോലെ ലങ് ഡിസീസ്, നമ്മളെപ്പോഴും പരസ്യം സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നതുകൊണ്ട് ശ്വാസകോശം എന്ന് പറയില്ലേ. അതുപോലെ ലങ് ഡിസീസ്, ഹെയർ ഫോളിങ്, അത് തീർച്ചയായും എന്തൊരു പ്രശ്നമായാലും ഹെയർ ഫോളിങ് ഉണ്ടാവും. ന്യൂമോണിയ, ഇറ്റ്സ് ജസ്റ്റ് കണക്റ്റഡ് വിത്ത് ദ ലങ്സുമായിട്ട് പ്രശ്നം. ട്യൂബർകുലോസിസ്, ചുമ, പിന്നെ അതുപോലെ തന്നെ TB, അതുപോലെ മാൽ ന്യൂട്രീഷൻ. ഈ പല സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഭയങ്കര മെലിഞ്ഞൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വെയിറ്റ് ലോസ്, റെസ്പിറേറ്ററി, കാർഡിയാക് ഫെയിലിയർ, ഡെത്ത് ആർ ദ റിസൾട്ട് ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ അത് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും ഡ്രഗ് അബ്യൂസ് എന്ന ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഒരു സ്പീച്ച് അല്ലെങ്കിൽ നമുക്ക് ലെറ്റർ ടു എഡിറ്റർ റിലേറ്റിംഗ് നിങ്ങളൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൊരു ക്ലബ്ബ് അവയർനെസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക എന്ന രീതിയിൽ എന്തായാലും ഈ ചാപ്റ്ററിനെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ ഡ്രഗ് അബ്യൂസ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് എന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ആ ആൻസേഴ്സ് എല്ലാം നമുക്ക് എഴുതാൻ കഴിയും. അടുത്തയാണ് ലെറ്റർ ഓഫ് എൻക്വയറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇറ്റ്സെൽഫ് ഉള്ളതാണ് ലെറ്റർ ഓഫ് എൻക്വയറി, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് പെർമിഷൻ എന്ന രീതിയിലൊക്കെ. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ ലെറ്റർ ടു ഫ്ലോററ്റ്സ് പബ്ലിക് സ്കൂൾ ചെന്നൈ enquiring about a project they are working on and seeking permission to visit their school. അതായത് ഫ്ലോററ്റ്സ് പബ്ലിക് സ്കൂളിലേക്ക് ലെറ്റർ എഴുതുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയൊക്കെ മറ്റൊരു സ്കൂൾ, അതായത് നമ്മുടെ സ്കൂളിൽ നിന്നും അവിടേക്ക് വിസിറ്റിന് ചെല്ലാനായിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇവിടെ ഈ ലെറ്റർ എഴുതിയിരിക്കുന്ന പ്രിൻസിപ്പളാണ്. അത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ തന്നെ ടീച്ചറാകാം, ആർക്ക് വേണമെങ്കിലും ലെറ്റർ എഴുതാം. അത് നമ്മുടെ ചോയ്സാണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ ദ പ്രിൻസിപ്പൽ ഓഫ് XYZ പബ്ലിക് സ്കൂൾ ചെറുകര. അതൊക്കെ നമ്മുടെ XYZ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിംസ് കറക്റ്റായിട്ട് കൊടുക്കാൻ പാടില്ല എന്നതാണ് റൂള്. നമ്മുടെ ഐഡൻറ്റിറ്റി വെളിവാക്കല്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് XYZ എന്ന് എഴുതിക്കുന്നത്. ഫ്രം എഴുതി, അടുത്ത ടു, ഫസ്റ്റ് ഫ്രം അഡ്രസ് വരുന്നു, അതിനുശേഷം ടു, ദെൻ ഡേറ്റ്, അടുത്ത സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, ഡെസിഗ്നേഷൻ. സോ ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേപ്പർ. അത് എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ഈ ലാസ്റ്റത്തെ പോർഷനൊക്കെ പണ്ട് നമ്മൾ റൈറ്റ് സൈഡിലായിരുന്നു എഴുതുന്നു, അങ്ങനെയല്ല, എല്ലാം ലെഫ്റ്റ് സൈഡിൽ തന്നെ അലൈൻ ചെയ്യണം. സോ എന്താണ് ടു എഴുതി, ദ പ്രിൻസിപ്പൽ ഓഫ് ഫ്ലോററ്റ്സ് പബ്ലിക് സ്കൂൾ ചെന്നൈ. അടുത്ത ഡേറ്റ് എഴുതുന്ന രീതി നോക്കിക്കോണം. 24 December 2023. ഈ ഒരു രീതി വേണം എഴുതാൻ. അതായത് 30 April 2023, അല്ലാതെ നമ്മൾ 13/0 ഇങ്ങനെ എഴുതുന്നത് 5/23 ഇങ്ങനൊന്നും ഡേറ്റ് എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുന്നു. പെർമിഷൻ ടു വിസിറ്റ് ദ സ്കൂൾ ടു എൻക്വയർ അബൌട്ട് ദ പ്രോജക്റ്റ് വർക്ക്. സോ സല്യൂട്ടേഷൻ ഡിയർ സർ ഓർ മാഡം എന്ന് എഴുതാം, ഓർ എൽസ് യു ക്യാൻ യൂസ് ജസ്റ്റ് ലൈക്ക് സർ എന്നോ അല്ലെങ്കിൽ മാഡം എന്നോ, ജസ്റ്റ് ഡിയർ എന്ന വേർഡ് എഴുതാതെ സർ മാഡം എന്നോ എഴുതാം. I have come to know that your students of class 12 are working on a project on the increasing tendency of drug abuse among the young. It is a pleasant surprise that the class of 12 students of our school also have selected the same topic for their project. So it would be beneficial for both the schools if the students share their case study and information collected with each other. So we would like to make the last next ഇത്രയും മെയിൻ കണ്ടന്റ് പറഞ്ഞതിന് ശേഷം
So we would like to make a visit to your school for the above, and I would be greatly appreciate if you consider our request favorably and inform us the date and time of our visit. Yours faithfully. So ഈ ഇത്രയും കണ്ടന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 5 മാർക്കിനാണ് മാക്സിമം പോയാൽ കിട്ടുന്നത്. നിങ്ങളൊരു 6 മാർക്കിനോ ലെറ്ററിൻ്റെ മാർക്ക് എത്ര വെയിറ്റേജ് നോക്കണം. 6 മാർക്കിനോ 8 മാർക്കിനോ ആണ് ലെറ്റർ ചോദിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻറ്റ് എഴുതണം. കാരണം ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു സാമ്പിൾ ലെറ്റർ ആയിട്ടാണ്. സോ കുറച്ചുകൂടെ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താണോ സംഭവം അതിലേക്ക് പോവുകയാണ്. അതായത് ഞാൻ അറിഞ്ഞു, അതായത് നിങ്ങളുടെ സ്കൂളിലെ 12th കുട്ടികൾ ഡ്രഗ് അബ്യൂസ് റിലേറ്റഡ് ആയ ടോപ്പിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ജസ്റ്റ് കുറച്ചുകൂടെ വലുതാക്കാൻ പറഞ്ഞാൽ എന്ത് പറയാം. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ സാർ ഒരു കുട്ടിയുടെ സിസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുതി കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക കുറച്ചുകൂടെ കണ്ടൻറ്റ് വേണം. ഓക്കെ, എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, ഇറ്റ്സ് എ പ്ലസൻറ്റ് സർപ്രൈസ്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളും ഇതേ ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. സോ അവർ തമ്മിൽ ഇത് ഷെയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യം അവർക്ക് പരസ്പരം അറിയാൻ പറ്റുകയും ഒക്കെ ചെയ്യാൻ കഴിയും. അത് അവർക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ എഴുതിയതിന് ശേഷം ലാസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതുകയാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്നാണ് നിങ്ങൾക്ക് പറ്റുന്നത് എന്നത് ഞങ്ങളെ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നിങ്ങൾക്ക് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ബൈ ചെമ്മനം ചാക്കോ. ഓക്കെ, ചെമ്മനം ചാക്കോയുടെ പോയം ഏതായിരുന്നു? റൈസ് എന്ന പോയമാണ് ചെമ്മനം ചാക്കോ. സോ ഈ നെയിം കേൾക്കുമ്പോൾ ചെമ്മനം ചാക്കോ റൈസ് എന്ന പോയമാണ്. ഈ പോയം ഫുൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്മനം ചാക്കോ എന്ന നമ്മുടെ പോയറ്റ് പഠിക്കാൻ പോയതിന് മുമ്പ് ആളുടെ വീടും അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വീട്ടുകാർ ചെയ്തിൻ്റെ കൃഷിയിൽ വന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഈ ഒരു എൻറ്റയർ പോയം ഇതിൽ പോകുന്നത്. സോ ആ ഒരു പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെമ്മനം ചാക്കോ is a master satirist who has fought many a battle with the system through his writing. അതായത് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള പലധികം കറപ്ഷൻസും അതുപോലെ തന്നെ ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ തന്നെ തൻ്റെ എഴുത്തിലൂടെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ചെമ്മനം ചാക്കോ. ഓക്കെ, അപ്പോൾ ദ പോയം റൈസ് ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി. ഓക്കെ, എക്സ്പെക്റ്റേഷൻസും റിയാലിറ്റിയും യഥാർത്ഥ അവസ്ഥയും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ആ ഒരു എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ എന്തായിരിക്കും പ്രതീക്ഷയും അതുപോലെ തന്നെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റാണ് പോയം റൈസ്. ദ പോയം ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2 സെക്ഷൻ. 2 സെക്ഷനായിട്ടാണ് പോയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ എക്സ്പെക്റ്റേഷൻ പോയിറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് കാണാൻ കഴിയും. അതായത് ആൾ വരുമ്പോഴത്തേക്കും ആളുടെ അച്ഛൻ പാടത്തെ മണ്ണും ചെളിയുമൊക്കെ പറ്റിയ കൈലി ഉടുത്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ അമ്മ അവിടെ അരി വേവിക്കുന്നതും എല്ലാമാണ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആൾ വരുന്നത്. എന്നാൽ സെക്കൻഡ് സെക്ഷനിൽ വരുമ്പോൾ എന്താണ് റിയാലിറ്റിയിലേക്ക് വരുമ്പം അച്ഛൻ അങ്ങനൊന്നും അച്ഛനെ കാണുന്നില്ല. അച്ഛൻ പകരം ഫുഡ് ക്രോപ്സ് ധാന്യങ്ങളുടെ കൃഷിയൊക്കെ മാറ്റിയിട്ട് ക്യാഷ് ക്രോപ്സ് റബ്ബർ തോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാറ്റി. അതുപോലെ അത്തിക്കര റൈസ് എന്ന ആളുടെ ഫേവറേറ്റ് മീൽസ് കഴിക്കുന്നതിന് പകരം ആൾ നോർത്ത് ഇന്ത്യയിലാണ് വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും വീറ്റാണ് ചൂസ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഫുഡ് ക്രോപ്പ് വീറ്റാണ്. അപ്പോൾ നാട്ടിൽ വന്നെങ്കിൽ റൈസ് കഴിക്കാമെന്ന് ഒന്ന് വിചാരിച്ച് വന്ന ആൾക്ക് അവിടെയും വീറ്റ് തന്നെ കഴിക്കേണ്ടി വരുന്നു. റേഷൻ കടയിൽ നിന്ന് വീറ്റ് വാങ്ങിക്കൊണ്ട് വരുന്ന അനിയൻ ഓടി വരുന്ന വഴി മറിഞ്ഞ് വീഴുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റാണ് വരുന്നത്. ഓക്കെ, the first section we can see the expectations of the poet, and the second section he presents a reality that he faces there. The poet expects that when he reaches home after his higher studies ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? he would be able to see the paddy fields. അതായത് കൊയ്ത്തിൻ്റെ സമയമായി നിൽക്കുന്ന നെൽകൃഷി കാണാമെന്ന എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത്. ആൻഡ് ദ കൾട്ടിവേഷൻ ഓഫ് റൈസ് ആസ് ഇൻ ദ പാസ്റ്റ്. മുൻപ് അദ്ദേഹം പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത്. ആൻഡ് ദ പോയറ്റ് വാണ്ട്സ് ടു റീച്ച് ഹിസ് ഹോം ക്വിക്ക്ലി ബിക്കോസ് ഹി വാണ്ട്സ് ടു ഈറ്റ് ദ വെൽ കുക്ക്ഡ് റൈസ് പ്രിപ്പയർഡ് ബൈ ഹിസ് മദർ. അതുപോലെ
പോയിറ്റിന് വീട്ടിലേക്ക് വേഗം എത്താനാണ് താല്പര്യം. റീസൺ എന്താണ്? അമ്മ വീട്ടിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൈസ്, അത്തിക്കര റൈസ് ആണ്, അതാണ് മെയിൻ. ആ റൈസ് വേഗം വന്ന് വീട്ടിൽ വയർ നിറച്ച് കഴിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് വരുന്നത്. ബട്ട് ദ റിയാലിറ്റി ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. യാഥാർത്ഥ്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. എന്താണ്? ഫ്രം ഹിസ് എക്സ്പെക്റ്റേഷനിൽ നിന്നും വളരെ വ്യത്യാസമാണ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് പാഡി ഫീൽഡ്സ് ഹി കുഡ് സീ റബ്ബർ പ്ലാന്റ്സ് ആൻഡ് അറൈഗ്നട്ട് പാംസ്. അതായത് നെൽകൃഷി ചെയ്യേണ്ട സ്ഥലത്ത് ആളെന്താ കണ്ടത്? എല്ലാം നിരത്തി റബ്ബർ പ്ലാന്റ്സും അതുപോലെ തന്നെ അറൈഗ്നട്ട് പാംസും എല്ലാം നട്ടിരിക്കുന്നു. ആൻഡ് നൗ ഹിസ് ഫാദർ ഹാസ് ഡിസൈഡ് ടു സ്റ്റോപ്പ് പാഡി കൾട്ടിവേഷൻ. നെൽകൃഷി ചെയ്യുന്നതെല്ലാം മാറ്റിയിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയിരിക്കുകയാണ് ആളുടെ അച്ഛൻ. ആൻഡ് ഹി ഫിക്സസ് അപ്പ് സം മെഷീൻസ് ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റ് ഉണ്ടാകാൻ വേണ്ടി കുറേ മെഷീൻസും ആളുടെ അച്ഛൻ അവിടെ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഹി തിങ്സ് ദാറ്റ് റൈസ് ഫാമിംഗ് ഈസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. അപ്പം നമ്മുടെ പോയിറ്റിൻ്റെ ഫാദർ എന്ത് വിചാരിച്ചു? റൈസ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇൻകൺവീനിയൻ്റ് ആണ്, അതുപോലെ തന്നെ ഒട്ടും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് അല്ല, ഭയങ്കര ലോസ് ആണ്. സോ റബ്ബർ പ്ലാന്റിംഗ് ഈസ് ബെറ്റർ ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്സ്. ഇൻസ്റ്റെഡ് ഓഫ് അത്തിക്കര റൈസ് ഹി കുഡ് സീ വീറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് ലിറ്റിൽ ബ്രദർ. ആളുടെ അനിയൻ്റെ കയ്യിൽ അത്തിക്കര റൈസിന് പകരം എന്താണ് കാണുന്നത്? വീറ്റ് തന്നെ കാണുന്നു. നൗ no one promotes the farming of rice. The farmers have shifted from food crops to cash crops. The poet is sarcastic and criticized the irresponsible stand of the politician. അവൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പോയിറ്റ് ഒരു വിരോധാഭാസ രീതിയിൽ, സർക്കാസ്റ്റിക് രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതായത് ഈ പൊളിറ്റീഷ്യൻസ് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഈ ഒരു നിലപാടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ കേന്ദ്രത്തിനോട് കുറച്ച് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നത് ചോദിക്കാൻ വേണ്ടി ഹെലികോപ്റ്ററിലോ അല്ല എയറോപ്ലെയിനിലോ ഇങ്ങനെ പോകുന്ന ആ ഒരു സീൻ പറയുന്നുണ്ട്. അപ്പം ലാസ്റ്റ് നമ്മളെ പോയിട്ട് ഒരു എന്താണ് സർക്കാസ്റ്റിക് രീതി പറയുന്നുണ്ട്. നമ്മുടെ പോയിട്ട് ഹയർ സ്റ്റഡീസ് അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആളുടെ റിസർച്ച് എന്ന് പറയുന്നത് ഈ നെല്ലിൻ്റെയൊക്കെ തോട് കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ആളുടെ റിസർച്ച്. സോ എന്തായാലും ആൾ പറയാണ്, എന്തായാലും ഗ്രെയിൻസ് അപേക്ഷിക്കാൻ പോവല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഹസ്കും കൂടെ ചോദിച്ചാൽ കൊള്ളായിരുന്നു എന്ന രീതിയിൽ ആ ഒരു പോയം തീരുകയാണ്. ഓക്കെ. So the poet is sarcastic and criticizes the irresponsible stand of the politician, and he says the chief minister's off like an arrow to the center to clamor for more grains, and the poet doubts if he would also request the sender for some husk to make toys എന്നും പറഞ്ഞ ആ പോയോടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ prepare a write-up on the topic rice, a satire on farmers who shifted from food crops to cash crops എന്നതും നമുക്ക് എഴുതാൻ അറിയണം. അടുത്ത റീഡ് ദ ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. സോ നിങ്ങൾക്ക് എവിടെയൊക്കെ പോയംസ് ഉണ്ടോ, ഓക്കെ, പോയംസ് മാത്രമല്ല, അതിപ്പം നമ്മുടെ ഒരു വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാനഡ് എന്ന ചാപ്റ്ററിൽ വങ്കാരി മെത്തേഡ് സ്പീച്ചാണ് പറയുന്നത്. അതിൽ ആളുടെ സ്പീച്ചിൽ നിന്നും കുറച്ച് സെൻറ്റൻസ് എടുത്തിട്ട് ഹൂ ഈസ് ദ സ്പീക്കർ ഹിയർ, വാട്ട് ഈസ് ഹി റെഫറിങ് ടു, why the woman is not able to do the thing as in the past എന്നൊക്കെ പറഞ്ഞ് ലൈൻ ബൈ ലൈൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാക്റ്റ് തന്നിട്ട് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. സോ ഇവിടെ റൈസ് എന്ന ചാപ്റ്ററിൽ തന്നെയാണ് ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് 4 years ഓഫ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യ ഹാവിങ് ഏൺഡ് എ ഡോക്ടറൽ ഡിഗ്രി. ഇത് ആ പോയത്തിലെ വരികളാണ്. ആൻഡ് ജനറസ് പ്രൈസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? Bored with eating chapatis day after day, I am eager to eat a meal of Attikara rice. Identify the poet. ആരാണ് പോയിട്ട്? ചെമ്മനം ചാക്കോ. Who has gone to North India? The poet. What is his purpose of his journey? To earn a doctoral degree. ഡോക്ടറൽ ഡിഗ്രിക്ക് വേണ്ടിയാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയത്. And what is he eager about to eat from home? വീട്ടിൽ നിന്നും എന്ത് കഴിക്കാനാണ് ആൾ ആഗ്രഹിച്ചത്? To eat a meal of Attikara rice. ഇത് മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്തതും ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ സജഷൻ. ഓക്കെ. ഡ്രാഫ്റ്റ് 2 സജഷൻസ് വിച്ച് യു വിൽ തിങ്ക് ടു ബെനിഫിറ്റ് യുവർ വില്ലേജ്. ഈ 2 സജഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, നമ്മുടെ ഡ്രഗ് അബ്യൂസിനകത്ത് പറയാം.
നിങ്ങൾക്ക് എന്താണ് ഡ്രഗ്സിന് എതിരായിട്ട് 2 സജഷൻ പറയാം. അതുപോലെ പല ചാപ്റ്ററിലും നമ്മുടെ ഒരു സജഷൻ, അതായത് ഫ്രം ദ സ്റ്റുഡൻറ് പാർട്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും എന്ന രീതിയിൽ പല ചാൻസസും ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ നോക്കുക, ആഫ്റ്റർ റീഡിങ് ദ പോയം റൈസ് you realize that there is a drastic fall in agricultural crops in your locality also. Draft 2 suggestions which you think will benefit your village. അതായത് റൈസ് എന്ന പോയം വായിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യം മനസ്സിലായി. അതായത് അഗ്രികൾച്ചർ ക്രോപ്സ് നമ്മുടെ ലൊക്കാലിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറഞ്ഞിരിക്കുകയാണ് ആ പോയത്തിൽ പറയുന്ന കൂട്ട് തന്നെ. അപ്പം നമ്മളുടെ സജഷൻ പറയുക എങ്ങനെയാണ് നമുക്ക് വില്ലേജ് പീപ്പിൾസിനെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ പറയാം. സോ ഒന്നാമത്തേത്, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ഗ്രൂപ്പ് ഫാമിംഗ്. കൂട്ടായിട്ട് ചേർന്ന് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സംഘടന കൂട്ട് രൂപീകരിച്ച് ഫാം ചെയ്യുക. അടുത്തത്, ഫാമേഴ്സ് നീഡ് മോർ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് നോക്കാം, എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻസ്. ഓക്കെ, കുറച്ച് ലൈൻ തരികയാണ്, അതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എലാബറേറ്റ് ചെയ്യുക. ഇത് 2022 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ് now stand in rows around me on the ridge where modern and vellaran used to be sown and confuse my path as I walk home. ഇതാ പോയത്തിലുള്ള വരികളാണ്. റബ്ബർ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ എന്നേക്കാൾ 2 മടങ്ങ് ഹൈറ്റിൽ തഴച്ച് വളർന്ന് നിൽക്കുന്നു എന്ന് പോയിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഈ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഓൾട്ടർനേറ്റീവായിട്ടിടുന്ന മോദൻ ആൻഡ് വെള്ളാരന് ആളുടെ വഴിയിൽ പോകേണ്ട വീട്ടിലേക്കുള്ള പാതയിലെല്ലാം ഇട്ടിട്ടുണ്ട്. ആളുടെ വഴി മിക്കവാറും തെറ്റാൻ സാധ്യതയുണ്ട്, കാരണം മൊത്തത്തിൽ എല്ലാം മാറിയിരിക്കുന്നു. ഇത്രയാണ് പോയത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് അതിനെ ഇത്രയും ലൈൻസിൽ എലാബറേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയാസ് എന്താണ്, അല്ലെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് വിശദീകരിക്കുക. സോ ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 സെൻറ്റൻസ് എങ്കിലും വേണം. The poet is saddened to see that food crops like paddy are replaced by cash crops such as tall rubber trees that are double the height of writer. So പോയതിൽ പറഞ്ഞിട്ടുണ്ടോ, ഈ വരികളിൽ പറഞ്ഞിട്ടുണ്ടോ പോയറ്റ് സാഡാണ് അല്ലേന്ന്? പക്ഷേ നമ്മൾ ആ ഐഡിയ എലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ പോയറ്റിന് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നത് എഴുതാൻ മറക്കല്ല്. ദ പോയറ്റ് ഈസ് സാഡൻഡ്, അതായത് വിഷമമാണ്, നമുക്ക് സങ്കടമാണ്. ഈ ഫുഡ് ക്രോപ്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് ക്യാഷ് ക്രോപ്സ് ആക്കി മാറ്റിയതിൽ ആൾക്ക് സങ്കടമുണ്ട്. റബ്ബർ പ്ലാന്റ്സ് ഒക്കെ ആളുടെ 2 മടങ്ങ് ഹൈറ്റിൽ വളർന്നു നിൽക്കുന്നു. ആൻഡ് ദീസ് റബ്ബർ ട്രീസ് ഹാവ് സ്റ്റോളൻ ദ പ്ലേസ് ഓഫ് ദോസ് വാസ്റ്റ് റൈസ് ഫീൽഡ്സ് വെർ എ വെറൈറ്റി ഓഫ് റൈസ് സച്ച് ആസ് മോദൻ ആൻഡ് വെള്ളാരൻ വെയർ ഗ്രോൺ. മോദനും വെള്ളാരനും എല്ലാം പണ്ട് ഇതിനു മുമ്പ് വിതച്ചിരുന്ന ആ പാഡി ഫീൽഡിലാണ് ഇപ്പം റബ്ബർ ട്രീസ് തഴച്ച് വളർന്നു നിൽക്കുന്നത്. ആൻഡ് ദിസ് അൺഫെമിലിയർ സൈറ്റ് ഹാസ് കൺഫ്യൂസ്ഡ് ദ പോയറ്റ് വെൻ ഹി റീവിസിറ്റ്സ് ഹിസ് വില്ലേജ് ആഫ്റ്റർ എ ലോങ് ഇൻ്റർവെൽ. ഒരു 4 വർഷത്തെ ഡോക്ടറൽ ഡിഗ്രി കഴിഞ്ഞ് പോയിട്ട് തിരിച്ച് എത്തുമ്പം ആ മുൻപ് ഏത് വഴിയാണോ ആ വഴിയെല്ലാം മാറ്റി ഇപ്പോൾ വലിയ വലിയ റബ്ബർ മരം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് വീട്ടിലേക്കുള്ള വഴി മറന്നു പോകും എന്ന ഒരു ഘട്ടം വരെ വന്നിരിക്കുകയാണ്, കാരണം എല്ലാം മാറ്റി അല്ലേ. And the entirely different and unfamiliar landscape confuses the poet as he attempts to retrace his path to his house. അതായത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു വഴി നോക്കുമ്പം എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുകയും അതുപോലെ തന്നെ അൺഫെമിലിയർ, ഒട്ടും പരിചയം തോന്നുന്നില്ല ആ വഴികളൊന്നും, കാരണം എന്താണ്, എല്ലാം മാറ്റി അല്ലേ. അപ്പം പോയറ്റിന് തന്നെ ഒരു കൺഫ്യൂഷൻ അറ്റ് എ സ്റ്റേജ് ഓഫ് ചാവോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ ആ ഒരു കാര്യം. നെക്സ്റ്റ് പറയുമ്പം വീണ്ടും റൈസ് എന്ന ചാപ്റ്ററിൽ തന്നെയാണ്. Above us, a ship of the sky roars northwards, drowning my brother's loud cries. The chief minister soft like an arrow to the center to clamor for more grains, and now flying high above the cash crops, now growing tall like the trees, since no one here promotes the farming of rice. സോ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയറോപ്ലെയിൻ. നമ്മുടെ ചീഫ് മിനിസ്റ്റർ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ധാന്യങ്ങൾ വേണം സ്റ്റേറ്റിന് വേണ്ടി എന്ന് പറഞ്ഞ് ചോദിക്കാനായിട്ട് പോകുന്ന ആ ഒരു ഇൻസിഡൻറ്റിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ബ്രദർ മറിഞ്ഞു വീണിട്ട് ബ്രദറിൻ്റെ ആ ഒരു കരച്ചിലും അവിടെ കാണാം. അതാണ് ഡ്രൗണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. അതുപോലെ തന്നെ ആരും
റൈസ് ക്രോപ്പ് അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ചീഫ് മിനിസ്റ്ററിന് അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഡസ് ഷിപ്പ് ഓഫ് ദ സ്കൈ റെപ്രസെൻറ്റ്? ദ ഷിപ്പ് ഓഫ് ദ സ്കൈ റെപ്രസെൻറ്റ്സ് ദ എയറോപ്ലെയിൻ. ഹൂസ് ബ്രദർ ഈസ് മെൻഷൻഡ് ഇൻ ദ സെക്കൻഡ് ലൈൻ ഓഫ് ദ ഗിവൺ സ്റ്റാൻസ്? ആരുടെ ബ്രദറാണ്? പോയറ്റ്സ് ബ്രദർ. ബ്രിങ് ഔട്ട് ദ സാട്രിക്കൽ എലമെൻറ്റ്സ് ഇൻ ദ ഗിവൺ ലൈൻസ്. ഇതിൽ എന്താണ്, ഒരു വിരോധാഭാസം കൂട്ട് അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ പറയുന്ന എന്താണ്? ദ പ്ലെയിൻ ഫ്ലൈസ് ഓവർ ദ റബ്ബർ പ്ലാന്റ്സ്. It carries the chief minister going to the center to ask for more grains to the state. The poet ends with an ironic comment. Soon they will have to beg to center even for us to make toys for children. Okay. പിന്നെ പറയാണ്, ഇപ്പം റൈസിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിന് ഈ നെല്ലിൻ്റെയൊക്കെ തോടിന് വേണ്ടി വേണമെങ്കിലും യാചിക്കേണ്ടി വരും. കാരണം കുട്ടികൾക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാനാണ്. അത് പഴയൊരു കാലമാണ് പറയുന്നത്. സോ പഴയ കാലത്ത് കുട്ടികൾക്ക് കളിപ്പാട്ടം ഉണ്ടാക്കാനായിട്ട് ഈ ഹസ്കാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഹസ്കിന് വരെ വേണമെങ്കിലും ബെഗ് ചെയ്യേണ്ടി വരും സെൻറ്ററിനോട് ഇങ്ങനെ പോയാൽ എന്ന രീതി പറഞ്ഞാണ് ആ ഒരു ലൈൻ അവസാനിക്കുന്നത്. So bring out the elements of satire in the poem, Rice highlighting the changes in the attitude of people with changing times. ഇത് മാർച്ച് 2023 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ റൈസ് എന്ന പോയത്തിൽ എൻറ്റയർലി പല സ്ഥലത്ത് നമുക്ക് ആ ഒരു സറ്റയർ എലമെൻറ്റ് കാണാം. അതായത് എന്താണ്, വിമർശിക്കുന്ന രീതി. അതുപോലെ തന്നെ പീപ്പിളിൻ്റെ ആ ഒരു എന്താണ് ചിന്താഗതിയിൽ വന്ന മാറ്റം, പ്രോഫിറ്റബിൾ ബിസിനസ്സിലേക്ക് വന്ന ഒരു നീക്കം, ആ ചേഞ്ചസിനെല്ലാം എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ അതിന് ഇത്രയും പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻ എല്ലാം കമ്പൈൻ ചെയ്ത് ഇതൊക്കെ ക്രിട്ടിക്കൽ അപ്രീസിയേഷനൊക്കെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ ആവും. ഓക്കെ, അടുത്ത മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്, സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. നമ്മൾ അതേ പോയത്തിൽ തന്നെ അടുത്ത വരികളാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഇങ്ങനൊരു എക്സ്ട്രാക്റ്റ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്, സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്, ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്, ദ ഫാമർ ഗെയിൻഡ് നത്തിങ്, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗ്രെയിൻ, ദിസ് ഇസ് ബെറ്റർ മണി, വാട്ട് ഗുഡ് ടൈംസ്, ദ ഗവൺമെൻറ് ഗിവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. സോ അച്ഛൻ മകനോട് പറയുന്ന ആ ഒരു സെൻറ്റൻസാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം നെൽകൃഷിയൊക്കെ നിർത്തിയിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ പ്രൈഡായിട്ടാണ് പറയുന്നത്. ആൻഡ് പറയുന്നു അതൊരിക്കലും അത്ര ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ല, അതുകൊണ്ട് നമ്മൾ റബ്ബറിലേക്ക് മാറിയിരിക്കുകയാണ്, ഇതാണ് ബെറ്റർ മണി. അതുപോലെ തന്നെ പാഡി ഫീൽഡ് സ്വന്തമായിട്ടില്ലാത്തവർക്കെല്ലാം ഗവൺമെൻറ് റൈസ് ഫ്രീ ആയിട്ട് റൈസ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട. സോ വൈ ഡിഡ് ഫാദർ സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്? റൈസ് ഫാമിംഗ് ഈസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്, റബ്ബർ പ്ലാന്റിംഗ് ഈസ് ബെറ്റർ ഫോർ മേക്കിംഗ് മോർ പ്രോഫിറ്റ്. അക്കോർഡിംഗ് ടു ഹിം ഓൺലി ഫൂൾസ് ടേൺ ടു കൾട്ടിവേഷൻ ഓഫ് റൈസ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്, വിഡ്ഢികളാണ് റൈസ് ഫാമിങ്ങിലേക്ക് പോകുന്നത്. ഇപ്പം എല്ലാവരും ഇതാണ് ബിസിനസ്. സോ വാട്ട് ഈസ് ദ ബെറ്റർ മണി മെൻഷൻ ഇൻ ദ സ്റ്റാൻസ? ബെറ്റർ മണി എന്താണ്? റബ്ബർ കൾട്ടിവേഷനാണ് ബെറ്റർ മണി എന്ന് പറയുന്നത്. കാരണം പീപ്പിൾ ഗെറ്റ് മോർ മണി ഫ്രം ദ റബ്ബർ ആൻഡ് ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. So write 2 suggestions to promote rice farming. Develop new rice varieties, furthering rice research through innovative technologies. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സറ്റയർ ഇൻ ദ പോയം. പോയത്തിലെ ഒരു വിരോധാഭാസം എന്താണ്? ദി ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. പാഡി ഫീൽഡ്സ് ഇല്ലാത്തവർക്കെല്ലാം ഗവൺമെൻറ് റൈസ് കൊടുക്കുന്നു എന്ന് പറയുന്നല്ലേ. പാഡി ഫീൽഡ്സ് ഇല്ലാതിരിക്കുകയാണോ ഈ നമ്മുടെ പോയറ്റിൻ്റെ അച്ഛന്? അല്ല, ആയിരുന്ന പാഡി ഫീൽഡ് നികത്തിയിട്ട് റബ്ബറാക്കിയല്ലേ. അപ്പോൾ അതൊരു വിരോധാഭാസമാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. എലാബറേറ്റ് ദ ഐഡിയ കണ്ടെയ്ൻ ഇൻ ദിസ് ലൈൻ. അത് നമ്മുടെ സെൻറ്റൻസിൽ എഴുതുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസിലെല്ലാം ഈ ഒരു സെയിം ടോപ്പിക് അല്ലെങ്കിൽ സെയിം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതെല്ലാം നോക്കുക. സോ വീഡിയോ കുറച്ച് ലെങ്തി ആണുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഹാഫ് ആൻ അവർ ആയി. സോ ലെറ്റ്സ് ഗോ എ ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ്. ആഫ്റ്റർ റീഡിങ് ദ ചാപ്റ്റർ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. സോ അടുത്ത ചാപ്റ്ററിലേക്ക് വന്നു, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഇത് ആരെഴുതിയത്? വെങ്കാരി മത്തായാണ്, ഒരു ആഫ്രിക്കൻ വുമൺ എന്താണ് പറയുക, ആക്ടിവിസ്റ്റാണ്.
യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു കണ്ടക്ട് പാനൽ ഡിസ്കഷൻ ഓൺ ദ എൻവയോൺമെൻറ്റലിസ്റ്റ് ആണ് ഓക്കെ ആള്. പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ദ റോൾ ഓഫ് വുമൺ ഇൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. പ്രകൃതിയെ സംരക്ഷിക്കുന്ന അതിൽ വുമണിൻ്റെ റോൾ എന്താണ് എന്ന ഒരു ഇതിൽ പാനൽ ഡിസ്കഷനിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്. സോ 3 എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് നിങ്ങളുടെ സ്കൂളിലേക്ക് പാനലിസ്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് യു ആർ ടു ഇൻട്രൊഡ്യൂസ് ദ പാനലിസ്റ്റ് ആൻഡ് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് വെൽക്കമിങ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ ഓഡിയൻസ്. സോ എന്താണ് നമ്മുടെ ജോബ്? പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് വെൽക്കമിങ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ഓഡിയൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ നമ്മൾ റോൾ ഓഫ് വുമണോ കാര്യങ്ങളോ റോൾ ഓഫ് വുമൺ ഇൻ എൻവയോൺമെൻറ്റൽ കൺസർവേഷനോ ഒന്നുമല്ല പറയേണ്ടത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പാനലിസ്റ്റ് അല്ലെങ്കിൽ പാനൽ ഡിസ്കഷന് വന്നിരിക്കുന്ന വ്യക്തികളെ വെൽക്കം ചെയ്യാനുള്ള വെൽക്കം സ്പീച്ച്, അതുപോലെ തന്നെ അവരെ ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഇത്രയുമാണ് നമ്മുടെ ചുമതല. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഇത് മാർച്ച് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, നമ്മൾ ഒബ്വിയസ്ലി ഒരു കാര്യം മൈക്കിൽ കയറി പറയുമ്പോൾ എന്താണ്, ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ മാം അല്ലെ പ്രിൻസിപ്പൽ സർ, ടീച്ചേഴ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ആസ് വി ഓൾ ആർ ഗ്യാതേർഡ് ഹിയർ, ഇന്ന് നമ്മൾ എന്താ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നതിൻ്റെ റീസൺ, ആസ് വി ഓൾ ആർ ഗ്യാതേർഡ് ഹിയർ ടു ഡിസ്കസ് ഓൺ ദ റോൾ ഓഫ് വി ദ വുമൺ ഫോക്ക് ടുവേർഡ്സ് കൺസർവേഷൻ ഓഫ് അവർ എൻവയോൺമെൻറ്റ്. എന്തിനാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് എന്നത് പറയുന്നു. അതിൻ്റെ അടുത്തത് ഇനി ഞാൻ അല്ലെങ്കിൽ നമ്മൾ, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളുടെ മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതിൻ്റെ റീസൺ പറയാണ്. ഐ ആം ഹിയർ അല്ലെ ഐ സ്റ്റാൻഡ് ഹിയർ ടു വെൽക്കം അവർ ബിലൗഡ് സ്പീക്കേഴ്സ് ഹൂ ആർ ഹിയർ ടുഡേ ഫോർ ദ പാനൽ ഡിസ്കഷൻ എന്നും പറയാം. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പറയാണ്. ഫസ്റ്റ് വൺ മിസ് സതീദേവി. ആരാണത്? ഒരാളുടെ പേര് പറയുന്നു. ഇനി ആൾ എന്താണ്? എ മെമ്പർ ഓഫ് കേരള വുമൺസ് അസോസിയേഷൻ. കേരള വുമൺസ് അസോസിയേഷനിലെ ഒരു മെമ്പറാണ് മിസ് സതീദേവി. അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മിസ് ആനന്ദവല്ലി. ആരാണ്? ദ ലോക്കൽ MLA ഫ്രം അവർ കോൺസ്റ്റിറ്റുവൻസി. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയങ്കരിയായ MLA മിസ് ആനന്ദവല്ലി. ഓർക്കുക, ഇത് റോൾ ഓഫ് വുമൺ ആയതുകൊണ്ട് തന്നെ വുമൺസിനെയാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. 3 എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ടു കം ടു യുവർ സ്കൂൾ ആസ് പാനലിസ്റ്റ്. ഇത് വുമണായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ വുമൺ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ. ആൻഡ് അവർ റെസ്പെക്റ്റ്ഫുൾ ഹെഡ് മിസ്ട്രസ്. നമ്മുടെ ഹെഡ് മിസ്ട്രസിനെ പറയുന്നു മിസ് പുഷ്പകല. ഓക്കെ, യു ക്യാൻ യൂസ് എനി അതർ നെയിംസ്. ഓക്കെ. ഓണറബിൾ സതീദേവി മാം. ഇനി ഇത്രയും പറഞ്ഞു, എല്ലാവരെയും ഒന്ന് ജസ്റ്റ് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയാണ്. ഓണറബിൾ സതീദേവി മാം, I know how busy and tight scheduled you are being a member of KWA, Kerala Women's Association. We are all waiting with bated breath to listen to your great words in this regard. Okay, ഇനി അടുത്ത് പറയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം. ഇപ്പം ഞാൻ എല്ലാവരുടെയും പേര് ഫസ്റ്റ് പറഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് വെൽക്കം ചെയ്യുന്നു. അതിന് പകരമായിട്ട് ഓരോരുത്തരായിട്ട് വെൽക്കം ചെയ്ത് പേരോടെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ആപ്റ്റായിട്ട് രീതി. ഓക്കെ. സോ ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് വിത്ത് ദ ബേറ്റഡ് ബ്രെയ്റ്റ് ടു ലിസൺ. നമ്മുടെ ഓണറബിൾ സതീദേവി മാം ഒരുപാട് എന്താണ് ടൈറ്റ് ഷെഡ്യൂൾ, സമയം പരിമിതമാണ്, ആൾക്ക് പല സ്ഥലത്തും പോകേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിച്ച് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇതാണ് ആൾ വന്നത് വളരെ വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. അടുത്ത എന്താണ്? We are all now I would like to welcome our most honored MLA from our constituency, Miss Anandavalli. അടുത്ത പറയുന്നത് ഷീസ് ആൻ അമേസിങ് സ്പീക്കർ, മോട്ടിവേറ്റർ ആൻഡ് മച്ച് മോർ. നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുമ്പോൾ ആളെക്കുറിച്ച് കൂടുതലായിട്ട് പുകഴ്ത്തി പറയണം അല്ലേ. ആസ് ഷീ പോസസ് ആൻ അഗ്രികൾച്ചർ ഡിഗ്രി. ഓക്കെ, ആൾക്കൊരു അഗ്രികൾച്ചർ ഡിഗ്രിയും കൂടെ അങ്ങ് കൊടുത്തേക്കാം. I am pretty sure she will be able to enrich us to a great extent with her rich knowledge and close familiarity with the topic. സോ ആൾക്ക് അഗ്രികൾച്ചർ ഡിഗ്രി ഉണ്ടായതുകൊണ്ട് തീർച്ചയായും എന്താണ് അഗ്രികൾച്ചറും കാര്യങ്ങളുമായിട്ട് കൂടുതൽ അറിയാവുന്നത് കൊണ്ട് നമ്മളെയും കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്നത് വളരെയധികം വിശ്വസിക്കുന്നു എന്നതൊക്കെ പറയാം. ഓക്കെ. അടുത്ത ഓൾദോ നമ്മുടെ ഹെഡ് മിസ്റ്ററിനെ നമ്മൾ മറക്കില്ല. ഓൾദോ അവർ ബിലോവ്ഡ് ഹെഡ് മിസ്ട്രസ് നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ആർക്കും നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ എന്താണ് ഇനി ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷനും വേണ്ട. നമ്മുടെ നൺ അതർ ദാൻ അവർ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയാണ് still I consider my duty to mention a word of thanks to welcome for her to
ആൻഡ് ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഹർ കീൻ ഇൻട്രസ്റ്റ്. നമ്മുടെ പ്രിൻസിപ്പൽ ഉണ്ടായതും അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിനാദ്യം തന്നെ വളരെയധികം നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വെൽക്കം ചെയ്യുകയാണ്. അതിനുശേഷം എന്താണ്, മാഡം ജസ്റ്റ് ആസ് മഹാത്മജി സെഡ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഭയങ്കരമായിട്ട് പൊക്കി പറയണം അല്ലേ. മഹാത്മജി പറഞ്ഞവിടെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്ന തൊട്ട് നമ്മുടെ ഹെഡ് മിസ്ട്രസിൻ്റെ ലൈഫ് തന്നെയാണ് ആളുടെ മെസ്സേജ്. ഇത്രയധികം എൻവയോൺമെൻറ്റിനെ സ്നേഹിക്കുന്നൊരു വ്യക്തി വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്ന നമ്മളുടെ ആ ഒരു ശീലം തന്നെ ഞങ്ങൾ വളർത്തിയെടുത്തത് അദ്ദേഹമാണ് അല്ലെങ്കിൽ മാമാണ് എന്നൊക്കെ പറഞ്ഞ് പറയാം. ഓക്കെ. ആൻഡ് ഫൈനലി മേ ഐ വെൽക്കം ഓൾ മൈ ബിലോവ്ഡ് ഫ്രണ്ട് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആൻഡ് അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് എ ലീസ്റ്റ് എപ്പോഴും പറയുന്നോട്ട് അല്ലേ. ഫൈനലി ഐ വിൽ വെൽക്കം ഓൾ മൈ കൊളീഗ്സ് ഓർ മൈ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. ലെറ്റ് us all have a wonderful time with this powerful workshop. താങ്ക് യു അല്ലെങ്കിൽ ജയ് ഹിന്ദ്. ഓക്കെ, വട്ട് എവർ യു ലൈക്ക്. സോ ഇത്രയാണ് ഒരു പാനലിസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഇങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്തതാണ് ദ അൺഎക്സ്പെക്റ്റഡ് ഫ്ലഡ് ഇൻ 2018 ആൻഡ് landslides in 2019 point towards the need for taking immediate steps to prevent all sorts of exploitation of nature. Prepare an article on the importance of preserving nature and natural resources to be published in your school magazine. Okay, school magazine പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ആർട്ടിക്കിൾ. ഓക്കെ, റൈറ്റ് ആൻ ആർട്ടിക്കിളാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഹിൻഡ് തന്നിട്ടുണ്ട്. ആ ഹിൻഡ് നമുക്ക് എക്സാമിനായാലും കിട്ടുന്നതാണ്. നെക്സ്റ്റ് എഴുതുമ്പോൾ എന്തൊക്കെ എഴുതാം? there are so many resources in our nature. സോ ഇവിടെ ഞാൻ ഒരു തിരുത്ത് പറയുകയാണ്. ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹെഡിങ് അവിടെ വേണം. ഓക്കെ, സോ ഇതിനകത്ത് ഹെഡിങ് ഒന്നും തന്നിട്ടില്ല. സോ പക്ഷേ നമ്മൾ ഹെഡിങ് എഴുതണം. അതിനുശേഷം ആർട്ടിക്കിൾ എഴുതുന്ന ആരാണോ ആ ആളുടെ പേര് ആ ഹെഡിങ്ങിന് തൊട്ട് താഴെ ബൈ എന്ന് പറഞ്ഞ് എഴുതേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ഒരു ആർട്ടിക്കിൾ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ്. there are so many resources in our nature. Plants, trees, rivers, ponds, seas, etc. And some of them, it is very important to preserve them because our lives depends on such resources. ആദ്യം എന്തുകൊണ്ട് ആണ് പ്ലാന്റ്സും ട്രീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയണം. ആൻഡ് ഇപ്പോൾ നമ്മൾ നൗഡേയ്സ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയണം. എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ്, ഡീഫോറസ്റ്റേഷനാണ് മേജർ പ്രോബ്ലം എന്നൊക്കെ പറയണം. ഇനി പ്രിസർവേഷൻ, നമുക്ക് പ്രിസർവേഷൻ്റെ ആവശ്യകത പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാം. അതിനുശേഷം nowadays we have to face so many problems, scarcity of water, increasing heat, some natural calamities എല്ലാം പറഞ്ഞതിന് ശേഷം എന്താണ്, deforestation is the major problem of decrease in rainfall. വാട്ടറിൻ്റെ ലഭ്യത, ജലത്തിൻ്റെ ലഭ്യത കുറയാൻ കാരണം മഴയില്ലാത്തതാണ്. മഴ ഇല്ലാത്തതിൻ്റെ റീസൺ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നേച്ചറിൻ്റെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രിസർവേഷനാണ് ഇതിനുള്ള ഒൺലി സൊല്യൂഷൻ. അതുപോലെ നേച്ചർ എന്ന് പറയുന്നത് നമുക്കോ മാത്രമുള്ളതല്ല, അടുത്ത തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. സുസ്ഥിര വികസനം, sustainable development means preserving resource for the future generation also, and we have to stop cutting trees. Instead of it, we have to promote planting trees, and for each tree cut we need to plant at least 10 saplings. And in connection with the activities of Harita Keralam project, the nature club of our school has organized a program for planting trees in the campus, and we must always remember about the importance of preserving nature and natural resources. It is our mother earth and it is our responsibility to save our mother. ഇത് നമ്മളുടെ മദർ എർത്താണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ മദറിനെ സംരക്ഷിക്കുക എന്നത്. അടുത്തതാണ് ചാപ്റ്റർ സ്റ്റാമർ അല്ലേ. വിക്ക് എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, സ്റ്റാമർ. അപ്പോൾ സ്റ്റാമർ എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അടുത്ത വരുന്നത്. സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്പ്, ഒരു ഡിസബിലിറ്റി അല്ല, അതൊരു സ്പീച്ച്, അതൊരു ഭാഷയാണ് എന്നത് ഇതിൽ പറയുന്ന ഒരു മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ ലൈനാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഐഡിയ കൺവേർഡ് ഹിയർ? ഇതിൽ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്താണ് എന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഇതാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. I like these lines. They give us a positive thought about stammer. ഈ വിക്ക് എന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒരാളിപ്പോൾ നമ്മുടെ അടുത്ത് അത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം ചിരി വരും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയും ഓ കഷ്ടം തോന്നും.
അയ്യോ ആളങ്ങനെ ആയി പോയല്ലോ എന്ന് തോന്നും അല്ലേ. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് നോക്കുക, സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്പോ ഡിസബിലിറ്റി അല്ല, അതൊരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്ന് പറയുമ്പം അവിടെ എന്താണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്? ഒരു പോസിറ്റീവ് തോട്ടാണ് അല്ലേ. സ്റ്റാമറിനെ കുറിച്ച് ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കാൻ ഈ ഒരു ലൈനിന് കഴിഞ്ഞു. അടുത്ത എന്താണ്? We normally think that stammer is an unsteadiness in speaking or faltering. സംസാരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയാണ് സ്റ്റാമർ എന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഡിസബിലിറ്റി. അതുകൊണ്ട് തന്നെ അതൊരു വൈകല്യമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൾക്ക് ചെറിയ വിക്കുണ്ട് നമ്മൾ പറയില്ലേ. ബട്ട് ഹിയർ ദ പോയറ്റ് പ്രസൻസ് ഇറ്റ് ആസ് എ മോഡ് ഓഫ് സ്പീച്ച്. പക്ഷേ ഇവിടെ നമ്മുടെ പോയറ്റ് അതിനൊരു മോഡ് ഓഫ് സ്പീച്ച് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് എന്താണ്? ആൻഡ് വി ഓൾസോ ഹിയർ ഹി ഡസൻ മെൻഷൻ ഇറ്റ് ആസ് എ ഹാൻഡിക്യാപ്പ്. അതൊരു ഡിസബിലിറ്റി ആയിട്ട് ആൾ മെൻഷൻ ചെയ്യുന്നില്ല. ഹിയർ വി ക്യാൻ സീ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദ പോയിറ്റ്. ഇവിടെ പോയറ്റിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അല്ലേ. ആൻഡ് വി ഓൾസോ മസ്റ്റ് തിങ്ക് ഡിഫറെൻ്റ്ലി. അതുകൊണ്ട് തന്നെ നമ്മളും ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് വരണം. പേഴ്സ്പെക്റ്റീവ്സ് മേക്സ് എ ഡിഫറെൻറ്റ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഓരോ കാര്യങ്ങളെയും വ്യത്യസ്തമാക്കുന്നത് അല്ലേ. ഒരു കാര്യത്തിനെ പല ആൾക്കാരും പല രീതിയിലാണ് നോക്കിക്കാണുന്നത് അല്ലേ. അപ്പം വി ഓൾസോ മസ്റ്റ് തിങ്ക് ഡിഫറെൻ്റ്ലി. Perspectives make the difference. Each thing has its own positives and negatives. ഓരോ കാര്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ്സും അതിൻ്റേതായ നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. നമ്മളെപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഇതിനകത്ത് പറയുന്ന ആൻസർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലും ആൻസർ എഴുതാൻ കഴിയും. ഓക്കെ, അടുത്തതാണ് ഈച്ച് ടൈം വി സ്റ്റാമർ ഡാഷ് ഓഫ് ഗോഡ് ഓഫ് മീനിങ്. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം വിൽക്കുമ്പോഴും വി ആർ സാക്രിഫൈസിങ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ് എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വൈ ഡസ് ദ പോയറ്റ് തിങ്ക് സോ? അക്കോർഡിംഗ് ടു ദ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം എവറി ടൈം എ പേഴ്സൺ സ്റ്റാമർ he offers a sacrifice to the god of meanings. A person stammers when he struggles to choose the right word to express his ideas. The struggle is envisaged by the poet as a sacrifice offered to god of meaning. അതായത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പ് ഇടുമ്പം നമുക്ക് ഒരു ഉത്തരം പറയാനുള്ള ആ ഒരു ടൈം അവിടെ തരികയാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ്റെ സ്റ്റേറ്റ് അവിടെ നോക്കാം. ഇപ്പം ഒരു മോഡ് ഓഫ് സ്പീച്ചാണ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 2 2 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുഞ്ഞുനാളിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോൾ ആരെങ്കിലും നമ്മളടുത്ത് പറയുമ്പോൾ 1 2 2 എന്നും പറഞ്ഞ് നമ്മൾ ലാഗാക്കും. എന്തിനാ? അടുത്ത 2 2 4 ആണെന്നുള്ളത് ആലോചിച്ച് കൊണ്ടുവരാനുള്ള ഒരു ലാഗ്. അതുകൊണ്ട് തന്നെ വിക്കന്മാർക്കുള്ള ഒരു ഗുണമാണ് നെക്സ്റ്റ് അവർക്ക് എന്ത് പറയണം എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിട്ടുന്നു എന്നത്. സോ ആ ഒരു രീതിയിൽ അത് നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ അവർക്കതൊരു എന്താണ് വരദാനമാണ് അല്ലേ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ വായി തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ മണ്ടത്തരങ്ങളായിപ്പോവും. പക്ഷേ ഈ സ്റ്റാമറുള്ള വ്യക്തികൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ദേ ക്യാൻ റീതിങ്ക്. ഓക്കെ, അപ്പോൾ അവരുടെ വായിന്ന് മണ്ടത്തിനൊന്നും വരത്തില്ല. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. എ പേഴ്സൺ സ്റ്റാമേഴ്സ് വെൻ ഹി സ്ട്രഗിൾസ് ടു ചൂസ് ദ റൈറ്റ് വേർഡ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയ. എന്ത് പറയണമെന്നത് ആ ഒരു എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഒരു പേഴ്സൺ സ്റ്റാമർ ചെയ്യുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത്. അത് ഗോഡ് ഓഫ് മീനിങ്സിന് കൊടുക്കുന്ന ഒരു സാക്രിഫൈസ് ആണ്. അതായത് ഓരോ വേർഡിൻ്റെ അർത്ഥത്തിൻ്റെ ദൈവത്തിന് ഒരു സാക്രിഫൈസ് എന്ന രീതിയിൽ പറയാണ്. വലിയ അർത്ഥമായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് പറയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം സ്റ്റാമർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ, പോയത് ഞാൻ പറഞ്ഞു ഒരുമാതിരിയുള്ള എല്ലാ പോയം ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന രീതിയാണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഓക്കെ, വാട്ട് ഈസ് ദ കോമൺ ടു സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? സ്റ്റാമറിനും ലെയിംനെസ്സിനും ഒരുപോലെ കോമൺ ആയിട്ടുള്ള എന്താണ്? അത് സൈലൻസ് ആണ്. അടുത്ത ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലൈൻ. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? സ്റ്റാമർ ഈസ് ദ സൈലൻസ് ആൻഡ് ലെയിംനെസ് ഈസ് ദ സൈലൻസ്. സോ സിമിലി ആണ് ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് പറയുന്നത്. ആൻഡ് മറ്റേത് പറയുന്നത് മെറ്റഫർ ആണ്. കാരണം മെറ്റഫർ എന്ന് പറയാൻ കാരണം ഒരേ കാര്യത്തിനെ
താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. സ്റ്റാമറിനെയും സൈലൻസ് എന്ന് പറയുന്നുണ്ട്, ലെയിംനെസ്സിനെയും സൈലൻസ് എന്ന് പറയുന്നുണ്ട്. സോ മെറ്റഫോർ അതുപോലെ സിമിലി പറയുന്നുണ്ട്. കാരണം ജസ്റ്റ് as lameness is the silence, ലെയിംനെസ്സും സൈലൻസ് ആണ് എന്ന ആ ഒരു വരി അവിടെ പറയുന്നത് സിമിലിയാണ്. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് ഡസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? സ്റ്റാമർ ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഇസ് ഓൺലി എ മോഡ് ഓഫ് സ്പീച്ച്, ഇറ്റ് ഇസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അതാണ് സ്റ്റാമറിനെ കുറിച്ച് പോയറ്റ് തിങ്ക് ചെയ്യുന്ന കാര്യം. അടുത്ത, സ്റ്റാമർ സിംബോളൈസസ് ദ ആക്ടിവിറ്റി ടു പ്രൊട്ടസ്റ്റ്, റെസ്പോണ്ട് ആൻഡ് റിയാക്ട് ടു ദ ഈവിൽസ് ഓഫ് ദ സൊസൈറ്റി. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ ഇവിടെ പറയുന്നുണ്ട്. ലെയിംനെസ് എന്ന വേർഡിന് നിങ്ങൾക്ക് മീനിങ് പറയണമെങ്കിൽ അതൃപ്തികരമായ അവസ്ഥ, ഓക്കെ, ഒരു ഡിസേബിൾമെൻറ്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി. സോ ഡു യു തിങ്ക് ദാറ്റ് ദ വേർഡ് ജസ്റ്റ് ആസ് ഇറ്റ് ഇസ് വിത്ത് അസ് നൗ റെഫർ ടു എ റെസ്പോൺസ് ടു ബേണിംഗ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ജനറൽ? നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. വൈ? യെസ്, വി ക്യാൻ സേ ദാറ്റ് ദീസ് വേർഡ്സ് റെഫർ ടു എ റെസ്പോൺസ് ടു ബേണിംഗ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ജനറൽ. The poet says that each time we stammer, we are offering a sacrifice to the god of meanings, and when the all people stammer, it becomes their mother tongue. It means continuous stammering by a large number of people becomes a social phenomenon. There are so many social issues, and whenever any problem arises, people react to it. But after 2 to 3 days, the intensity of their reaction will decrease. Then they forget about it and go after another problem. It mentions our cold response to burning social issues. സോ ഇവിടെ ആ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു രീതിയെയാണ് സ്റ്റാമർ എന്നതിൽ പോയിട്ട് സിംബിളൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് പറയുന്നത്. യെസ്, ഐ അഗ്രി വിത്ത് ദാറ്റ്, ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദീസ് വേർഡ്സ് റെഫർ ടു ദ റെസ്പോൺസ്. പല സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സ്റ്റാമറിങ്. അതായത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ്, കാരണം എന്താണ്, സ്റ്റാമർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചോദ്യം ചെയ്യാൻ കഴിയും. കാരണം പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് നെക്സ്റ്റ് എന്ത് പറയണം എന്നുള്ളത് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. പക്ഷേ സ്റ്റാമർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആൾക്ക് ഓരോ കാര്യങ്ങളെയും വ്യക്തമായി ചോദ്യം ചെയ്യാനുള്ള ഗ്യാപ്പ് അവർക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണെങ്കിൽ, ആ ഒരു സ്റ്റാമറിങ് എല്ലാ ആളുകളും ഒരുപോലെ സ്റ്റാമർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, എല്ലാ ആളുകളും ഒരുപോലെ സ്റ്റാമർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്? ടു കീപ്പ് എ സൈലൻസ് ഇൻ ബിറ്റ്വീൻ ദെയർ വേർഡ്സ് ഇൻ ഓർഡർ ടു റീതിങ്ക്, ഓക്കെ, അല്ലെങ്കിൽ ടു തിങ്ക് അബൌട്ട് വാട്ട് ദേ ഹാവ് ടു സേ നെക്സ്റ്റ് അവർക്ക് എന്ത് പറയണം എന്നത് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് എല്ലാവരും ഒരുപോലെ കൊണ്ടുവരികയാണെങ്കിൽ പല സൊസൈറ്റൽ ഇഷ്യൂസിനെയും ചോദ്യം ചെയ്യാൻ എല്ലാവർക്കും കഴിയും എന്ന ഒരു സത്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, കെ സച്ചിദാനന്ദൻ ആ പോയിറ്റ് ഈ ഒരു സ്റ്റാമർ എന്ന വേർഡിനെ വളരെയധികം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, whenever any problem arises, people react to it. But after 2 to 3 days, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിനോട് അവർ റിയാക്ട് ചെയ്യുന്ന പല ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ്. സോ ആ ഒരു റിയാക്ട് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് 2 to 3 ഡേയ്സിൽ നമ്മൾ മാക്സിമം റിയാക്ട് ചെയ്യുക, അതാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്. പക്ഷേ അവിടെയും പലരും റിയാക്ട് ചെയ്യാൻ മടിക്കുന്നു. അവിടെയാണ് ഈ സ്റ്റാമറിൻ്റെ യൂസേജ് വരുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, അടുത്താണ് വീണ്ടും ഒരു പോയറ്റിക് ലൈൻസ്, വീണ്ടും ആ ഒരു പോയത്തിലെ ലൈൻസാണ് പറയുന്നത്. God too must have stammered when he created men, and that is why all the words of man carry different meanings. That is why everything he utters from his prayers to his commands stammers like poetry. So അടുത്ത് പറയാണ്, ദൈവവും ഒരു പക്ഷേ മാനിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് സ്റ്റാമർ ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കാം വ്യക്തികളിൽ പലർക്കും ഓരോ ഡിഫറെൻറ്റ് മീനിങ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടും കാര്യങ്ങളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആൾക്കാരുടെ ഓരോ വേർഡ്സിനും പല മീനിങ് എന്ന രീതിയിൽ വരുന്നത്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ് സ്റ്റാമേഴ്സ് ലൈക്ക് പോയട്രി. ഒരു പോയത്തിൽ എന്ന കൂട്ട് തന്നെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ദൈവം നമുക്കായിട്ട് കമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒന്നൊന്നിനോട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ സ്റ്റാമർ ചെയ്യുന്നത് അല്ലേ, സ്റ്റാമർ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആഗ്രഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടനെ ദൈവം സാധിച്ചു തരും, ഇല്ല, അവിടെ ഒരു സൈലൻസ് ഉണ്ട് അല്ലെ, ഒരു ബ്രേക്ക് ഉണ്ടല്ലേ, അതാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ പോയം ആൻഡ് ദ പോയിറ്റ്. ഏതാണ് പോയം? സ്റ്റാമർ. പോയിറ്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. അടുത്ത ഹൂ ഡസ് ഹീ ഇൻ ദ 5th ലൈൻ റെഫർ ടു? 5th ലൈനിലെ ഹീ ആരാണ്? ഹീ ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് 1 2 3 4 5. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹീ അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ് സ്റ്റാമേഴ്സ് ലൈക്ക് പോയട്രി. ദാറ്റ് ഈസ് വൈ. ഈ ഹീ ആരാണ്? നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഗോഡാന്ന് തോന്നും, പക്ഷേ ഗോഡല്ല, അത് മാനാണ്. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ പോയട്രിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ലാസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയട്രിക് ഡിവൈസ് സ്റ്റാമേഴ്സ് ലൈക്ക് പോയട്രി. ലൈക്ക് എന്ന വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അത്? സിമിലിയാണ്. സിമിലി. ഓക്കെ, കാരണം സ്റ്റാമർ എന്നതിനെ പോയട്രി എന്നതിലേക്ക് കമ്പയർ ചെയ്യുകയാണ്. സോ സിമിലി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വാട്ട് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ഈസ് ദ റീസൺ ഫോർ വേർഡ്സ് ക്യാരിങ് ഡിഫറെൻറ്റ് മീനിങ്. പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് വേർഡ്സിന് ഡിഫറെൻറ്റ് മീനിങ് വരുന്നത്? ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മെൻ. ദാറ്റ് ഇസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ഈ ഒരു സ്റ്റാമർ എന്ന പോയതിനെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ആണ് പറയുന്നത്. സോ റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം സ്റ്റാമർ. The poem Stammer is written by K. Sachidanandan and he is an Indian poet writing in Malayalam and English. He had served as a former secretary of Kendra Sahitya Academy. In പോയിറ്റിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം in this poem the poet says that stammer is not handicap as generally believed. It is just a mode of speech and it is a silence that falls between the word and its meaning. And each time we stammer, we are offering a sacrifice to God of meaning. When a whole people stammer, it becomes a mother tongue, and God too must have stammered when He created man. That is why all the word of man carry different meaning. So we can consider stammer as a sort of poetry. Usually, stammer is considered as a faltering or defect in speaking. It is often considered a handicap, but here the poet considers it only a mode of speech. അതായത് സ്റ്റാമർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. സ്റ്റാമർ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹാൻഡിക്യാപ്പോ ഒരു ഡിസബിലിറ്റിയോ അല്ല, ജസ്റ്റ് ഒരു മോഡ് ഓഫ് സ്പീച്ചാണ്. കുറേ പേര് ഒരുപോലെ സ്റ്റാമർ ചെയ്യുമ്പോൾ അതൊരു മദർ ടങ്ങായി, മാതൃഭാഷയായി മാറുന്നു. ആൻഡ് നമ്മൾ മനുഷ്യരെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഗോഡും സ്റ്റാമർ ചെയ്ത് കാണുക. അതുകൊണ്ടായിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്ന പല വേർഡ്സിനും പല മീനിങ്സ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാമർ ഒരു പോയട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഓരോ കാര്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഇതിനെ നോക്കി കാണുക. അപ്പോൾ തന്നെ നമുക്കും ഇതിനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ കാണാൻ കഴിയും. നമ്മൾ എല്ലാവരും പോസിറ്റീവ് സൈഡായിരിക്കണം എന്തിൻ്റെയും കാണേണ്ടത്. ആൻഡ് ബട്ട് സം അതേഴ്സ് ദേ ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. ഓക്കെ, ദേ ക്യാൻ ഈസിലി ഓവർകം ദ പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്. ഏതൊരു വ്യക്തിയാണോ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നോക്കി കാണുന്നത്, അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിവേഗം തന്നെ ഓവർകം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലൈഫിൽ സക്സസ് നേടാൻ കഴിയും. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പോസിറ്റീവ് ആവുക. ഇവിടെ പോയിറ്റ് ആളുടെ പെർസ്പെക്റ്റീവ് ഒരു മാറ്റുന്ന ആ ഒരു ചിന്താഗതി കാരണം ഈ ഒരു പോയം വായിക്കുന്ന എല്ലാവരിലും ആ ഒരു ചിന്താഗതി വരുന്നുണ്ട്. ആൻഡ് ഒരു 5 സ്റ്റാൻഡ്സ് ആ പോയമാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഈസി ആൻഡ് ലെജിബിളാണ്, വായിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ദ പോയം യൂസസ് സം കമ്പാരിസൺ, കുറേയധികം കമ്പാരിസൺസ് യൂസ് ചെയ്യുന്നുണ്ട്. സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ടോപ്പിക്ക് ഒരു അൺയൂഷ്വൽ വേയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു ഗുഡ് പോയമാണ് എന്ന രീതിയിൽ നമ്മളിത് എൻഡപ്പ് ചെയ്യുന്നു. ആൻഡ് കമ്പാരിസണിൽ സ്റ്റാമർ ഇസ് ദ സൈലൻസ് ആൻഡ് ദ ഡീഡ്. ഓക്കെ, ഐ ലൈക്ക് ദിസ് കമ്പാരിസൺ. ഹിയർ ദ പോയറ്റ് ലിങ്ക്സ് ദ സ്റ്റാമർ ആൻഡ് ലൈംലെസ് ടു സൈലൻസ്. ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ബ്ലോഗിങ് ആണ്. ബ്ലോഗ് റൈറ്റ് ചെയ്യാൻ നമുക്ക് ചോദിക്കും. ബ്ലോഗ് റൈറ്റ് ചെയ്യേണ്ട രീതി നോക്കുക. ഫസ്റ്റ് ഡേറ്റ് ഇവിടെ പറയുന്നു ജാനുവരി എന്ന് ഫുള്ളായിട്ട് എഴുതുക. 10 എന്ന് എഴുതുക. ഏത് ഇയറാണ്, ഒരു കോമ ഇട്ടിട്ട് ഏത് ഇയറാണ് 2023 എന്ന് എഴുതുക. അത് കഴിഞ്ഞൊരു സ്ലാഷ് ഇടുക. ഓക്കെ, സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ബ്ലോഗ് എഴുതുന്ന ആളുടെ പേര് എഴുതുക. അപർണ അല്ലെങ്കിൽ ഗൗതം കൃഷ്ണ, ആരുടെ പേരാണോ, പാർവതി, എന്ത് പേരാണോ എഴുതുന്നത് ആ പേരെഴുതുക. സോ ഇതാണ് ബ്ലോഗ് റൈറ്റ് ചെയ്യുന്ന ആ ഒരു ഹെഡിങ് രീതി. അത് കഴിഞ്ഞിട്ട് ബ്ലോഗ് എന്ന് പറയുന്നത് എന്താണ്?
നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ, അല്ലെങ്കിൽ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ, ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ റിവ്യൂ ആണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഐ വാച്ച് ദ മൂവി ദ കിഡ് ആൻഡ് ഐ അഗ്രി വിത്ത് അമ്മൂസ് ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ഫിലിം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ബ്യൂട്ടിഫുൾ ആൻഡ് ഹാർട്ട് റീഡിങ്. എന്നിട്ട് നമ്മളിത് ഈ ബ്ലോഗ് വായിക്കുന്ന വ്യക്തിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാണ്, നിങ്ങളിപ്പോൾ സിനിമ പോയി തീർച്ചയായും കാണുക, വളരെ ഒരു നല്ല സിനിമയാണ് എന്ന് പറഞ്ഞ് പറയാണ്. അടുത്ത വേറൊരാണെങ്കിൽ നമ്മൾ ഒരാൾ എഴുതിയ ബുക്ക് ഒക്കെ വായിച്ചു, ഒരു അടിപൊളി ബുക്കാണ്, വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നതാണ്, തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇൻസ്പയർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ തീർച്ചയായും ഇത് പോയി വായിക്കുക എന്ന രീതിയിലായിരിക്കണം ബ്ലോഗ് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഒരു ബുക്കാണെങ്കിൽ ആ ബുക്കിൻ്റെ പേരെഴുതുക, ഒരു പോയമാണെങ്കിൽ ആ പോയത്തിൻ്റെ പേരെഴുതുക, ഒരു കഥയാണെങ്കിൽ അതിൻ്റെ പേര്, സിനിമയാണെങ്കിൽ അതിൻ്റെ പേര്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. ആൻഡ് നിങ്ങളിത് വായിച്ചു എന്നത് ആദ്യം പറയണം. ഐ റെഡ് ദിസ് ബുക്ക്, അല്ലെങ്കിൽ ഐ റെഡ് ദിസ് പോം, ഐ വാച്ച് ദ മൂവി എന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ആൻഡ് ലാസ്റ്റ് ഐ വുഡ് സജസ്റ്റ് ദിസ് മൂവി ഫോർ ഓൾ മൈ ഫ്രണ്ട്സ് എന്നോ അങ്ങനെ രീതിയിലായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇത്രയും ഞാൻ പറയാം. കാരണം നെക്സ്റ്റിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ അത്യാവശ്യം 1 hourലേക്ക് പോകാൻ പോവാണ്. സോ ഓൾ ഓഫ് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും, കാരണം ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്. സോ താങ്ക്സ്, ബൈ ബൈ.